കൊച്ചിയിലേക്കാണ് എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ. ഇന്ന് മധ്യകേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇന്ന് കോടതി എന്ന് വിധി പറയുമെന്ന തീയതി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ദിലീപ് ഉൾപ്പെടെ 14 പേർ പ്രതിയായ കേസിന്റെ വിചാരണയാണ് അതിന്റെ അവസാന ഘട്ടത്തിൽ. ഒരുപക്ഷെ ഇന്ന് ഈ കേസിൽ അന്തിമ വിധി എന്നായിരിക്കുമെന്ന് കോടതി ഡേറ്റ് തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. പൾസർ സുനിയാണ് ഈ കേസിലെ മുഖ്യപ്രതി. ഏതായാലും രാവിലെ ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ED ഉദ്യോഗസ്ഥനെതിരായ പരാതി നൽകിയ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഇയാളുടെ സ്വത്തടക്കം ED കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ED രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കേസും ഇന്ന് പരിഗണിക്കും. ഇയാൾ നൽകിയ പരാതിയിൽ വിജിലൻസ് ED ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. മൂന്നാമതായി ഇന്ന് ഇടുക്കി വാഴത്തോപ്പിൽ ഇന്നലെയുണ്ടായ ദുരന്തത്തിൽ മരിച്ച 4 വയസ്സുകാരിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. അതേ അപകടത്തിൽ പരിക്കേറ്റ മറ്റൊരു 3 വയസ്സുകാരി ഇപ്പോഴും ചികിത്സയിലാണ്. കേസിൽ സ്കൂൾ ഡ്രൈവർക്കെതിരായിട്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരുന്നു. ഇന്ന് പ്രതിയോട് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെ മുതൽ ആ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ കൗൺസിലിംഗ് ആരംഭിക്കും. ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകാനും ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരുന്നു. ഇതെല്ലാമാണ് ഇന്ന് മധ്യകേരളത്തിൽ നിന്ന് പ്രധാനമായും വരുന്ന വാർത്തകൾ. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.